ഇവരെന്നെ പറ്റിച്ചു, ഇത് വരണില്ല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ മെല്ലെയാണ് ഇതിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്, കാരണം അപ്പുറത്തെ റൂമിൽ ഒരു ചേച്ചി കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പം ഞാൻ ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, കാരണം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ വന്ന് ഇതിനായിട്ട് കുറച്ച് ഉണർന്നിരുന്നതാണ്. അപ്പം അതാണ് ഞാനിത് മുഴുവൻ വോയിസ് ഓവർ ചെയ്യണം കേട്ടോ. കാരണം ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിൽ, പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പം ഒരുപാട് ഫാനിൻ്റെ സൗണ്ട് കാരണം ഒട്ടും ക്ലിയർ അല്ല. അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കൊള്ളുമ്പം, അതായത് ഒന്നും ക്ലിയർ ആവണില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതാണ് ബോക്സ്. ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് എന്താണ് എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ ഐറ്റംസ് ആണ് എല്ലാം. അപ്പം സത്യം പറയാലോ അടിപൊളി പ്രോഡക്റ്റ്സ് ആണ്. അതായത് യൂസ് ചെയ്തത് ഞാൻ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതിൻ്റെ ടെക്സ്ചർ വൈസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നല്ല അടിപൊളിയായിട്ടാണ് അത് അവർ പാക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. എല്ലാം നല്ല സേഫ് ആൻഡ് സെക്യൂർഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മറ്റേ ബബിൾ റാപ്സും അങ്ങനത്തെ പേപ്പേഴ്സും അങ്ങനെയൊക്കെ ആയിട്ടും അത്യാവശ്യം നല്ല സെക്യൂർഡ് ആയിരുന്നു. ഒന്നും പൊട്ടിപ്പോവും ഒന്നും ചെയ്യാത്ത പോലെ അത്രയും കവർ ചെയ്തിട്ടാണ്. ഓരോന്നും സെപ്പറേറ്റ് കവർ ചെയ്തിട്ടും അതിൻ്റെ മേലെ ബബിൾ റാപ്സ് വെച്ചിട്ടും അങ്ങനെ നല്ല അടിപൊളി പാക്കേജിങ് ആയിരുന്നു കേട്ടോ. മാറിയിട്ടുണ്ടാവും, കാരണം ഞാൻ ഇതിനെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ. ഞാൻ ഓർഡർ ചെയ്തത് ഒരു മോയ്സ്ചറൈസറും ഒരു സെറമായിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ ഒരു പർപ്പിളിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരെണ്ണം കൂടി കിട്ടും. എനിക്ക് തോന്നുന്നു ഇത്ര എമൗണ്ടിൻ്റെ മേലെ പർച്ചേസ് ചെയ്താൽ അങ്ങനെ എന്തോ ആണ്. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും തുറന്ന് നോക്കാം. ഇതെനിക്ക് ഫ്രീ ബി ആയിട്ട് കിട്ടിയ മമ്മായത്തിൻ്റെ ഫേസ് സെറമാണ് കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് വൺ പറയുന്നത് ഞാൻ ഓർഡർ ചെയ്തത് ഒരു ഫേസ് മോയ്സ്ചറൈസറാണ്. ഇത് ഒരുപാട് ഞാൻ തിരഞ്ഞെടുത്തതാണ്. ഇത് എങ്ങനെയുണ്ട്, ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. ഇത് പറയുന്ന മമ്മായത്തിൻ്റെ റൈസ് ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസർ വിത്ത് റൈസ് വാട്ടർ ആൻഡ് നയസിനമൈഡ്. അപ്പം നയസിനമൈഡ് ആണെങ്കിലും റൈസ് വാട്ടർ ആണെങ്കിലും നമ്മുടെ സ്കിൻ കെയർ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് അടിപൊളിയായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ്. എനിക്ക് റൈസ് വാട്ടറിൻ്റെ ഫേസ് സെറം ഞാൻ ഗുഡ് വൈബ്സിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡീറ്റാനിൻ്റെ. അത് അടിപൊളി ഫേസ് സെറമാണ്. എനിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കുറേ പേര് എനിക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേസ് സെറമാണ്. പക്ഷെ അത് ഭയങ്കര ക്വാണ്ടിറ്റി കുറവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണം, മീൻസ് വാങ്ങിക്കണം. അതുകൊണ്ട് പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി. എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലും പൈസ കുറവുള്ള ഐറ്റംസിനോടാണ് കൂടുതൽ താല്പര്യം. ക്വാളിറ്റിയും വേണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കുറേ ഇൻസ്ട്രക്ഷൻസും നോർമൽ എല്ലാറ്റിലുള്ള, അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോൾ വന്നു. അപ്പോൾ കുറേ ടിപ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ടിപ്സ് ഫോർ ഗ്ലാസ് സ്കിന്നാണ് ഞാനിവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്കൊരു ടിപ്സ്, ഇത് അടിപൊളി ടിപ്പാണ് കേട്ടോ. ഞാൻ ഇതുവരെ വേറെ ഒന്നിൻ്റെയും പാക്കേജിൽ ഇത് കണ്ടിട്ടില്ല. ഡബിൾ ക്ലെൻസ് യുവർ സ്കിൻ വിത്ത് എ ജെൻറ്റിൽ ഓയിൽ ബേസ്ഡ് ക്ലെൻസർ ഫോളോഡ് ബൈ എ ഫോം ബേസ്ഡ് ക്ലെൻസർ. ഡബിൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് ഫോർ എ ഗ്ലാസ് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ അപ്ലൈ മിക്സ് ഓഫ് ഓട്സ് ഹണി ആൻഡ് റോസ് വാട്ടർ പറയുന്നുണ്ട്. 3ഉം കൂടെ മിക്സ് ചെയ്ത് തേച്ചാൽ അടിപൊളിയാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് എനിക്കുണ്ട്. പിന്നെ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. ഈ 3 സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് സ്കിൻ കിട്ടുമെന്നാണ് ഈ മമ്മാരത്തിൻ്റെ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുള്ള ടിപ്പ് പറയുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിലുള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. പിന്നെ ലൈറ്റ് വെയ്റ്റ് ഫോമുലയാണ് ഇത്. സത്യം പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ഫോമുലയാണ് അത്. നമുക്ക് ഇടുമ്പോൾ തന്നെ നമുക്കൊരു തണുപ്പ് തോന്നുന്നുണ്ട് ഇടുമ്പോൾ. പിന്നെ അത്യാവശ്യം നല്ല ഫ്രാഗ്രൻസ് ആണ് കേട്ടോ, അത് പറയണം. നല്ല അടിപൊളി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു ജെൻറ്റിലായിട്ടുള്ള ഭയങ്കര എന്താ പറയുക, മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ്. അത് നല്ല എനിക്കിഷ്ടപ്പെട്ടു ഇതിൻ്റെ സ്മെൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ 24
ഹൗസ് ഹൈഡ്രേഷൻ പറയുന്നുണ്ട്. ഞാനിത് യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ കിടക്കാൻ നേരത്താണ് ഇത് യൂസ് ചെയ്യുന്നത്. കിടക്കുമ്പം നമ്മൾ ഫ്രഷ് ആയി വന്നിട്ട് ഫേസിൽ യൂസ് ചെയ്തിട്ട് ഇത് ഇടുന്നു, അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങി എഴുന്നിട്ടുന്നു. ഫേസ് അത്യാവശ്യം മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാനത് സ്മെല്ല് ചെയ്യാൻ വേണ്ടി പോയത്. എനിക്ക് എന്ത് കിട്ടിയാലും ഒന്ന് സ്മെല്ല് ചെയ്യണ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ സ്മെല്ല് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞാൻ മുഖത്തിടുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഇതറിയാനുണ്ട്. അത്യാവശ്യം നല്ല സ്മെല്ലാണ്. പിന്നെ ലൈറ്റ് വെയ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല പോലെ സ്പ്രെഡ് ആവുന്നുണ്ട്. നല്ലൊരു മോയ്സ്ചറൈസറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് ഇത്രയൊരു ഞാനിപ്പോൾ ഒരു 1 വീക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 1 വീക്കായിട്ടും എനിക്ക് സ്കിന്നിന് അങ്ങനെ റിയാക്ഷൻസോ അങ്ങനത്തെ ഒന്നും, അതായത് നെഗറ്റീവായിട്ടുള്ള റിയാക്ഷൻസോ അല്ലെങ്കിൽ പിമ്പിൾസോ ഒന്നും ഇല്ല. ഞാൻ എൻ്റെ ഫേസിലുള്ള കുറേയും കൂടെ നമുക്ക് എൻ്റെ സ്കിന്നിൽ കുറേ തരുതരുന്നതന്നെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ലപോലെ കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിമ്പിൾസ് അങ്ങനെ വരാറില്ല, പക്ഷെ സ്കിൻ തൊടുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഫേസ് വാഷ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് അത് മനസ്സിലാവുന്നത്. പിന്നെ ഞാൻ അടുത്തതായിട്ട് വാങ്ങിച്ച രണ്ടാമത്തെ ഒരു ഐറ്റമാണ് ഇത്. ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാണ് ലോറിയൽ പാരീസിൻ്റെ ഒരു റീവിറ്റലൈഫ് ഹൈലറോണിക് ആസിഡ് ഫേസ് സെറം. ഹൈലറോണിക് ആസിഡ് നമുക്കറിയാം സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കുന്നുണ്ട്. ആൻറ്റി ഏജിങ്ങിനും അതേപോലെ ഫൈൻ ലൈൻസൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു സെറമാണ് ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറേ പേരുടെ റിവ്യൂസൊക്കെ, ഈ സെറത്തിൻ്റെ റിവ്യൂ അല്ല, ഹൈലറോണിക് ആസിഡ് ഇപ്പം ഒട്ടുമിക്ക പേരുടെയും സ്കിൻ കെയറിൻ്റെ ഒരു പാർട്ടാണ്. ഇപ്പോൾ 25+ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ 24+ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യാമെന്നാണ് കുറേ റിവ്യൂസിലൊക്കെ ഞാൻ കണ്ടത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതിപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തത്. ലോറിയൽ പാരീസ് പിന്നെ എനിക്ക് അത്യാവശ്യം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡായിട്ട് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഷാംപൂ കണ്ടീഷണറൊക്കെ വെച്ച് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ് ലോറിയൽ പാരീസിൻ്റെ. അപ്പം ആ ഒരു വിശ്വാസത്തിലാണ് ഞാനിവിടെ ഫേസ് സെറം ഫസ്റ്റ് ടൈമായിട്ട് ഓർഡർ ചെയ്തത്. ഇത് ഞാനിപ്പം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വീക്ക് ഞാൻ പറഞ്ഞ പോലെ ആയിട്ടേ ഉള്ളൂ. അത്യാവശ്യം എന്താ പറയുക, എൻ്റെ സ്കിന്നിന് ഇത് രണ്ടും യൂസ് ചെയ്യാൻ, ഞാൻ നേരത്തെ കാണിച്ച മോയ്സ്ചറൈസറും സെറം ആണെങ്കിലാണ് യൂസ് ചെയ്യാണ്ടാണെന്ന് അറിയില്ല, സ്കിന്നിൽ നിന്നൊരു സോഫ്റ്റ്നെസ് ഒക്കെ വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത പറയുന്നത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത ഫേസ് സെറം ആണെങ്കിൽ നല്ല എക്സ്പെൻസീവായിട്ട്, എൻ്റെ ഒരു കണക്കിൽ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞൊരു 1000-ൻ്റെ ബിലോ 1000 ഒരു ആ ഒരു റേഞ്ചിൽ അതിനൊക്കെ ഞാൻ ഇപ്പോൾ ഗുഡ് വൈബ്സിന് പറയുന്നത് വെച്ചാൽ 500-ൻ്റെ താഴെ അല്ലെങ്കിൽ 200+ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എന്നതിൻ്റെ പ്രൈസ് പറയുന്നത് ഞാൻ എൻ്റെ ഇതിൽ സ്ക്രീൻഷോട്ടൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പ്രൈസ് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഓഫർ പ്രൈസിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുകയാണ്. അപ്ലൈ ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓയിലി ആയിട്ടൊന്നും കിടക്കുന്നില്ല, നമുക്ക് അബ്സോർബ് ആവുന്നുണ്ട്. കുറച്ച് കഴിയുമ്പം അത്യാവശ്യം നല്ല പോലെ കിടക്കുന്നുണ്ട്. മീൻസ് ഒരു സ്കിൻ നല്ല ഒരു ഇറിറ്റേറ്റഡ് ഫീലൊന്നും ഇതിന് കിട്ടുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഡാബ് ചെയ്തിട്ടാണ് ഫേസ് സെറം അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ വെച്ച് തേക്കാറാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പിന്നെ ഡാബ് ചെയ്തു. ഇനി ഇത്രയും കാണിച്ച ഐറ്റംസിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആൻഡ് എക്സൈറ്റഡ് ആയിട്ട് ഞാൻ നോക്കുന്ന പ്രൊഡക്റ്റാണ് ഇത്. എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, ഫ്രീബി ആയിട്ട് കിട്ടിയതാണ് പർപ്പിളിൽ നിന്ന്. ഞാൻ ആദ്യം പറഞ്ഞെന്ന് തോന്നുന്നു, മമാർത്തിൻ്റെ സ്കിൻ ഇലൂമിനേറ്റ് ഫേസ് സെറം വിത്ത് വൈറ്റമിൻ സി ആൻഡ് ടർമറിക്. നേരത്തെ കാണിച്ച എന്താ പറയുക സെറം എടുത്തത് 15 ഗ്രാം അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷേ ഈ ഫേസ് സെറം 30 ഗ്രാം ഉണ്ട്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താ പറയുക, ഫ്രീ ആയിട്ട് കിട്ടിയതിനാണ് ക്വാണ്ടിറ്റി കൂടുതൽ. അത് നല്ലൊരു അടിപൊളി കാര്യമായിട്ടുണ്ട്. ഇതും അമ്മാർത്തും പിന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണല്ലോ. ഇതിൻ്റെ ഇത് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയണം. അപ്പം ഞാൻ വിചാരിച്ചത് രാവിലെ ഒരു സെറം വൈകുന്നേരം ഒരു സെറം അങ്ങനെ ആയിട്ട് യൂസ് ചെയ്യാമെന്നായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ എടുത്തിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല. പെട്ടെന്ന് ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ ഇതിനായിട്ട്
ഒരു നേരം കിട്ടുന്നില്ല സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി ഒരു അടുക്കും ചിട്ടയൊക്കെ വെക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ടൈമും എല്ലാറ്റിനും കിട്ടും. ഇതെന്നെ പറ്റിച്ചു എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഇങ്ങനെയായിട്ടും ഇത് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, മീൻസ് ഇത് പമ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവരെന്നെ പറ്റിച്ചു, ഇത് വരണില്ല. എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. വന്നു. ഇതാണ് ഈ സെറത്തിൻ്റെ ടെക്സ്ചർ പറഞ്ഞ. അറ്റ് ലാസ്റ്റ് കുറേ പമ്പിത് നല്ലപോലെ ചെയ്തപ്പം അത് പുറത്ത് വന്നു. അതിൻ്റെ ഫ്രാഗ്രൻസ് അടിപൊളിയാണ്, അതിൻ്റെ ടെക്സ്ചർ അടിപൊളിയാണ്. പക്ഷെ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. കുറച്ച് നാൾ യൂസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് പറയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഇത്രയാണ് ഇന്നത്തെ എൻ്റെ അൺബോക്സിങ് വീഡിയോയിൽ ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റ്സ് പറയുന്നത്. ഇവർക്ക് വീഡിയോ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, ഞാൻ കുറച്ച് കഴിയണമല്ലോ, ഒരു 1 മന്തെങ്കിലും മിനിമം യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. അല്ലാതെ ഒന്നും നമ്മുടെ സ്കിന്നിൽ പുറത്ത് കാണില്ല. അപ്പം സമ്മർ ടൈം അല്ലേ, അപ്പോൾ കുറച്ച് സ്കിൻ കെയർ നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സൊക്കെ ഓർഡർ ചെയ്തത്. ഇതേപോലെ മസ്റ്റാണ് എല്ലാവരും സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുക. സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്ത് പുറത്തിറങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് 8ൻ്റെ പണി കിട്ടും. അപ്പം അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ എല്ലാ കാര്യങ്ങളും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ മറന്നുപോയി, നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ. ബൈ.